ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ട്രൈ ആക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ദാൽ തഡ്ക. ഇത് നമ്മുടെ സാധാ പരിപ്പ് കറിയിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ചുവന്ന പരിപ്പാണ്. ഒരു കപ്പ് ചുവന്ന പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലോട്ടിടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. പരിപ്പൊന്ന് കുക്കായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്കൊരു മസാല പ്രിപ്പയർ ചെയ്യാം. ഇതിനു വേണ്ടി ഒരു പാന് സ്റ്റൗ ടോപ്പിൽ വെക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ ജീരകവും വറ്റൽമുളകും കരിയാത്ത രീതിയിൽ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഹാഫ് ചേർക്കുന്നുള്ളൂ. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1-2 ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി പരിപ്പ് കുക്ക് ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇനി വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. സവാള നല്ല കുക്കാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി മസാല പൗഡേഴ്സ് ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിതിലോട്ട് കാശ്മീരി പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ചില്ലി പൗഡറും ചേർക്കാവുന്നതാണ്. മസാല പൗഡേഴ്സ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരു പകുതിയോളം ചേർത്താൽ മതി. ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ടും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. മസാലയും ടൊമാറ്റോയും ഒക്കെ നല്ലപോലെ ബ്ലെൻഡായി നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നല്ല തിക്കാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇതിലോട്ട് ഒരു ടേസ്റ്റ് കൂട്ടാനുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ നെയ്യ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് കായപ്പൊടി. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദാൽ തഡ്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സ്കിപ്പായി പോയതാണ്. സോ ഫൈനലി നമ്മുടെ ദാൽ തഡ്ക ഇസ് റെഡി ഹിയർ. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ബട്ടർ നാണിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റായിട്ട് കോംപ്ലിമെൻ്റ് ആവുന്നൊരു ഡിഷാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ലെറ്റ് മീ നോ ദ ഫീഡ്ബാക്ക് ഇൻ കമൻറ്റ്സ്. Thank you for watching.